എൻ്റെ ടോക്ക് സ്റ്റൈലാവണമെങ്കിൽ, അല്ല സ്വീറ്റ് ആവണമെങ്കിൽ, ഒരു കളർഫുൾ ആവണമെങ്കിൽ, ഒരു ക്ലാരിറ്റിയോട് കൂടി എനിക്ക് സംസാരിക്കാൻ പറ്റണം, ഒരു കോൺഫിഡൻസോട് കൂടിയായിരിക്കണം ഞാൻ പറയേണ്ടത്. അപ്പോൾ ഈ ക്ലാരിറ്റിയും കോൺഫിഡൻസും ഉണ്ടാവണമെങ്കിൽ നല്ലൊരു റീഡർ ആവണം, നല്ലൊരു ലിസണർ ആവണം. നമ്മൾ സാധാരണ മനസ്സിലാക്കുക നമ്മളെന്തിനാണ് ഒരു ലിസണർ ആവേണ്ടത്? അത് എന്നെ കേൾക്കുന്നവരല്ലേ. മറ്റുള്ളവരെ കേൾക്കാൻ നമുക്ക് എപ്പോഴാണ് കഴിയുന്നത്? അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെയും കേൾപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ ഒരാളെ കേൾക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിന് റീപ്ലൈ കൊടുക്കുകയും ചെയ്യണം. റീപ്ലൈനെ 2 തരത്തിലാവാം. ഒന്ന് വെർബലായിട്ടാവാം, അല്ലെങ്കിൽ നോൺ വെർബലായിട്ടാവാം. ഈ ഒരു സിമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ കിട്ടു, പൊളി, തകർത്തു, തിമർത്തു എന്നുള്ള തലത്തിലേക്ക് ന്യൂജൻ ടീമിലെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. നമ്മൾ അവരോടാണ് കൂടുതൽ സംവദിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സംവദിക്കുമ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. അവരെ മാറ്റാൻ വേണ്ടി നമ്മൾ മെനക്കെടരുത്. അവരുടെ സ്റ്റൈലിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ്. അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അവരെ കൂടുതൽ ഉപദേശം നൽകുകയാണെങ്കിൽ, അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്കിൽ അവർ പറയും തന്ത വൈബ്. തന്ത വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റിജക്റ്റ് ചെയ്തു എന്നുള്ളത്. അപ്പം നമ്മൾ റിജക്റ്റ് ചെയ്യരുത്. നമ്മൾ റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ടോക്ക്, നമ്മളോട് പെരുമാറ്റം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസോട് കൂടിയായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അത് വെർബലാവണം, നോൺ വെർബൽ രണ്ടും കൂടി ഇൻക്ലൂഡായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റണം. അങ്ങനെ വളരെ സ്വീറ്റായി മധുരത്തോടു കൂടി അവരെ നോക്കി, അവരുടെ കണ്ണുകളിലേക്ക് നോക്കി, അവരെ കേട്ട്, അവരുടെ ഭാവങ്ങൾ ഒപ്പിയെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ അവരിലേക്ക് പതിയെ പതിയെ ചേർക്കാൻ പറ്റും, അവർക്ക് കൊടുക്കാൻ പറ്റും. ആ കൊടുക്കലും വാങ്ങലും മധുരമാണെങ്കിൽ അവരെ സ്വീകരിക്കാനും അവർ നമ്മൾ സ്വീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതിന് നല്ലൊരു ക്ലാരിറ്റി വേണം. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? ഒരു എമ്പതറ്റിക് ആയിരിക്കണം. മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റണം. അങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ സംസാരം മധുരമായിരിക്കും. കാരണം ഞാൻ തന്നെ ഇങ്ങനെ പറയുന്നതിനപ്പുറത്തേക്ക് അവർ പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുക. അവരെ അപ്രിസിയേഷൻ ചെയ്യേണ്ട സമയത്ത് അത് നൽകുകയും തലോടുകയും അങ്ങനെ തണലുമായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അപ്പോഴെന്തായി? സ്വീറ്റായി, കളറായി, ബ്യൂട്ടിഫുള്ളായി.